ഹായ്, നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്സല്യൂട്ട് ആൻഡ് കണ്ടീഷണലി കൺവേർജൻസ്. കണ്ടീഷണൽ കൺവേർജൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത്. നമ്മൾ സീരീസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിൽ അബ്സല്യൂട്ട് ആൻഡ് കണ്ടീഷണൽ കൺവേർജൻസ്. ഓക്കെ, അപ്പോൾ ഡെഫിനേഷനാണ് എന്താണ് അബ്സല്യൂട്ട് കൺവേർജൻറ്റ്. അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് എന്ന് വെച്ചാൽ എന്താണെന്നാണ് നമ്മൾ ആദ്യം പറയുന്നത്. നിങ്ങൾ അബ്സല്യൂട്ട് വാല്യൂ എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ്? ഇപ്പം എക്സ് എന്ന് പറയുന്ന നമ്പറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മോർ എക്സ്. നല്ല അബ്സല്യൂട്ട് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ ഒരു സംഭവമാണ് അബ്സല്യൂട്ട് കൺവേർജൻസ് എന്ന് പറയുന്നത്. നമുക്കൊരു സീരീസ് തന്നിട്ടുണ്ട്. ഏത്? സിഗ്മ n ഈക്വൽ ടു 1 to infinity un. അത് നമ്മളെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതും? u1 പ്ലസ് u2 പ്ലസ് എക്സെട്ര പ്ലസ് un പ്ലസ് എക്സെട്ര. ഇതാണല്ലോ സീരീസ്. ഈ സീരീസിനെ അബ്സല്യൂട്ട്ലി കൺവേർജന്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ സീരീസിന്റെ ഓരോ ടേമിന്റെയും അബ്സല്യൂട്ട് വാല്യൂസ് എടുക്കുക. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഇതിന്റെ അബ്സല്യൂട്ട് വാല്യൂസ് ഏതാ? മോഡ് u1 പ്ലസ് മോഡ് u2 പ്ലസ് എക്സെട്ര മോഡ് un പ്ലസ് എക്സെട്ര. ഇത് പുതിയൊരു സീരീസ് ആയിരിക്കുമല്ലോ. ഈ സീരീസിന് നമുക്ക് സിംപ്ലിഫൈഡ് ആയിട്ട് എങ്ങനെ എഴുതാം? സിഗ്മ മോഡ് un എന്ന് എഴുതാം അല്ലേ? ഓക്കെ, ഈ സീരീസ് കൺവെർജന്റ് ആണെന്നുണ്ടെങ്കിൽ, അറിയിക്കുന്നത് ഈ സീരീസ് കൺവെർജന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും നമ്മുടെ സീരീസ് എന്താണെന്ന് പറയും? അബ്സല്യൂട്ട്ലി കൺവെർജന്റ് ആണെന്ന് പറയും. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മുടെ സിഗ്മ un എന്ന് പറയുന്ന സീരീസ് അബ്സല്യൂട്ട്ലി കൺവെർജന്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആര് കൺവെർജന്റ് ആകണം? സിഗ്മ മോഡ് un കൺവെർജന്റ് ആയിരിക്കണം. അതാണ് അബ്സല്യൂട്ട് കൺവെർജന്റ് എന്ന് പറഞ്ഞത്. ഇനി പക്ഷെ ചില സമയത്ത് ഈ സിഗ്മ മോഡ് un കൺവെർജന്റ് ആണോ നിർബന്ധമില്ല. ചില സമയത്ത് ഈ സിഗ്മ മോഡ് un ഡൈവർജന്റ് ആയി പോകും. ഓക്കെ, സിഗ്മ മോഡ് un ഡൈവർജന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും നമ്മുടെ സിഗ്മ un എന്ന് പറയുന്നത് ഡൈവേർജ് അബ്സല്യൂട്ട്ലി എന്ന് പറയും. അപ്പം കൺവെർജ് അബ്സല്യൂട്ട്ലി ഉണ്ട്, ഡൈവേർജ് അബ്സല്യൂട്ട്ലി ഉണ്ട്. ഓക്കെ, നമ്മുടെ സീരീസ് സിഗ്മ മോഡ് un കൺവെർജന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മുടെ സീരീസ് അബ്സല്യൂട്ട്ലി കൺവെർജന്റ് എന്ന് പറയും. ഇത് കൺവെർജന്റ് അല്ല, നേരെ തിരിച്ച് ഡൈവേർജന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഡൈവേർജന്റ് അബ്സല്യൂട്ട്ലി അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഡൈവേർജന്റ് ആണെന്ന് നമ്മൾ പറയും. അപ്പം ആ ഡെഫിനിഷൻ ക്ലിയർ ആണല്ലോ. ഒരു എക്സാമ്പിളൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചൊരു എക്സാമ്പിളാണ്. ഈ 1 മൈനസ് 1/2 സ്ക്വയർ പ്ലസ് 1/3 സ്ക്വയർ മൈനസ് 1/4 സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇതിന്റെ അബ്സല്യൂട്ട് കൺവെർജന്റ് സീരീസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഇതിന്റെ അബ്സല്യൂട്ട് സീരീസ് കൺസിഡർ ചെയ്ത് എന്ത് വരും? ഈ കിടക്കുന്ന മൈനസ് എല്ലാം പോയി എന്തായി പോകും? അതെല്ലാം പ്ലസ് ആയി പോകും. നമുക്കത് ഈ സീരീസ് കിട്ടും. ശരിയല്ലേ? ഈ തന്നിരിക്കുന്ന സീരീസിന്റെ അബ്സല്യൂട്ട് വാല്യൂസ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ 1 പ്ലസ് 1/2 സ്ക്വയർ പ്ലസ് 1/3 സ്ക്വയർ പ്ലസ് 1/4 സ്ക്വയർ പ്ലസ് 1/5 സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് പറയുന്ന ഇത് കിട്ടും. ഇത് ആക്ച്വലി ആരാണ്? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിഗ്മ 1/n സ്ക്വയർ അല്ലേ? അതായത് സിഗ്മ n ഈക്വൽ ടു 1 to infinity 1/n റൈസ് ടു b വിത്ത് p ഈക്വൽ ടു 2 അല്ലേ? ഇത് നമ്മൾ എന്താണെന്നാണ് പഠിച്ചിട്ടുള്ളത്? ഇത് കൺവെർജന്റ് ആണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ ഹൈപ്പർ ഹാർമോണിക് സീരീസ് സിഗ്മ n ഈക്വൽ ടു 1 to infinity 1/n റൈസ് ടു b കൺവേർജസ് എപ്പോ? വെൻ p ഗ്രേറ്റർ ദാൻ 1 നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ p ഈക്വൽ ടു ആയ സ്ഥിതിക്ക് ഉറപ്പായിട്ട് വരുന്നതാണ് കൺവേർജന്റ് ആണ്. അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിന്റെ ആൻസർ എന്താണ്? തന്നിരിക്കുന്ന സീരീസ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി വേറെ എക്സാമ്പിൾ നോക്കാം. കൺവേർജന്റ് അല്ലാത്തൊരു എക്സാമ്പിൾ നോക്കാം. ഈ തന്നിരിക്കുന്ന സീരീസ് നോക്കി. 1 മൈനസ് 1/2 പ്ലസ് 1/3 മൈനസ് 1/4 പ്ലസ് എക്സെട്ര. ഇതിന്റെ അബ്സല്യൂട്ട് സീരീസ് കൺസിഡർ ചെയ്താൽ എന്ത് സംഭവിക്കും? ഈ മൈനസ് എല്ലാം അങ്ങോട്ട് പോയിട്ട് അവരെല്ലാം പ്ലസ് ആയി പോകും. അപ്പോൾ ഏത് കിട്ടും? ഈ സീരീസ് കിട്ടും. ഈ 1 പ്ലസ് 1/2 പ്ലസ് 1/3 പ്ലസ് 1/4 പ്ലസ് എക്സെട്ര. ഇത് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ? നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇത് ഡൈവേർജന്റ് ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഡൈവേർജസ് അബ്സല്യൂട്ട്ലി എന്ന് നമ്മൾ പറയും. ശരിയാണല്ലോ? ഓക്കെ, ഇനി വേറെ എക്സാമ്പിൾ. ഒരു സീരീസ് തന്നിട്ടുണ്ട് 1 മൈനസ് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8. ഇതിന്റെ അബ്സല്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിന്റെ അബ്സല്യൂട്ട് കഴിഞ്ഞാൽ ഈ മൈനസ് എല്ലാം പോയിട്ട് ഇതെല്ലാം പ്ലസ് ആയി പോകും. ഇത് ഏത് സീരീസാ? ഇതൊരു ജോമെട്രിക് സീരീസ് ആണ്. ഇത് നമ്മുടെ ജോമെട്രിക് സീരീസ് ആണ് വിത്ത് കോമൺ റേഷ്യോ r ഈക്വൽ ടു എത്ര? 1/2. നമുക്കറിയാം മോഡ് r ലെസ് ദാൻ 1 ആണെങ്കിൽ എന്താണ്? കൺവേർജന്റ് ആണ്. ഇവിടെ r ഈക്വൽ 1/2 ആണ്, വിച്ച് മീൻസ് മോഡ് r ലെസ് ദാൻ 1. അതുകൊണ്ട് ഇതെന്താണ്? കൺവേർജന്റ് ആണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്താണ്? ഇറ്റ് ഈസ് absolutely
കൺവേർജൻറ്റ് എന്ന് നമ്മൾ പറയാം. ക്ലിയർ ആണല്ലോ. ഇനി പുതിയൊരു ഡെഫിനേഷൻ നമ്മൾ പഠിക്കാൻ പോവാണ്, കണ്ടീഷണലി കൺവേർജൻറ്റ്. ഇപ്പോൾ നമ്മൾ എന്താ നേരത്തെ പഠിച്ചത്, അബ്സല്യൂട്ട് കൺവേർജൻറ്റ് അല്ലെങ്കിൽ ഡൈവേർജൻറ്റ് അബ്സല്യൂട്ട്ലി നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അടുത്ത് പഠിക്കുന്ന ടേം വെച്ച് കഴിഞ്ഞാൽ കണ്ടീഷണലി കൺവേർജൻസ്. കണ്ടീഷണലി. ഓക്കെ, അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ. നമ്മുടെ മോഡുലസ് എടുക്കുമ്പോൾ കിട്ടുന്ന സീരീസ് ഉണ്ടല്ലോ, അത് ഡൈവർജന്റ് ആയിരിക്കും. പക്ഷേ സിഗ്മ യു എൻ എന്തായിരിക്കും, കൺവേർജന്റ് ആയിരിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടീഷണലി കൺവേർജന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് നമ്മുടെ സിഗ്മ മോഡ് യു എൻ, നമ്മൾ മോഡുലസ് എടുക്കുമ്പോൾ കിട്ടുന്ന സീരീസ് ഉണ്ടല്ലോ, അത് ഡൈവർജന്റ് ആയിരിക്കും. പക്ഷെ മോഡുലസ് എടുക്കാതെ ഉള്ള നമ്മൾ ഒറിജിനൽ സീരീസ് ഉണ്ടല്ലോ, സിഗ്മ എൻ ഈക്വൽ 1 to infinity യു എൻ, അത് കൺവേർജന്റ് ആയിരിക്കും. അതിനെയാണ് കണ്ടീഷണലി കൺവേർജന്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ മോഡുലസ് എടുക്കുന്ന ആള് ഡൈവർജന്റും മോഡുലസ് ഇല്ലാത്ത ആൾ കൺവേർജന്റും ആണെങ്കിൽ നമ്മൾ ആ സീരീസ് എന്താണെന്ന് പറയും, നമ്മൾ പറയും നമ്മുടെ സീരീസ് സിഗ്മ എൻ ഈക്വൽ 1 to infinity യു എൻ ഇസ് കണ്ടീഷണലി കൺവേർജന്റ് എന്ന് നമ്മൾ പറയും. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മൾ ലെബനിസ് ടെസ്റ്റ് വെച്ച് കണ്ടതാണ് ഈ 1 - 1/2 പ്ലസ് 1/3 - 1/4 ഈ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ഇതെന്താണെന്ന് കണ്ടതാണ്. ഇത് കൺവേർജന്റ് ആണെന്ന് നമ്മൾ കണ്ടതാണ്. ഇതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന സീരീസ് ആരായിരിക്കും, 1 + 1/2 + 1/3 + 1/4 + എക്സെട്ര. ഇതെന്താണെന്ന് നമുക്കറിയാം, ഇത് ഡൈവർജന്റ് ആണെന്ന് പറയാം. ഇത് നമ്മുടെ ഹാർമോണിക് സീരീസ് അല്ലേ, ഹാർമോണിക് സീരീസ് വിത്ത് പി ഈക്വൽ ടു 1 അല്ലേ, ശരിയല്ലേ? പി ഈക്വൽ ടു 1 ആണ്. കണ്ടോ, ഇത് പി ഈക്വൽ ടു 1 ആണ്. ഇയാളുടെ പ്രത്യേകത എന്താണ്, ഇയാൾ ഡൈവർജന്റ് ആണ്, പക്ഷെ ഇയാൾ എന്താണ്, കൺവേർജന്റ് ആണ്. അപ്പൊ നോക്കിയേ, അബ്സല്യൂട്ട് എടുക്കുന്ന ആൾ ഡൈവർജന്റും അബ്സല്യൂട്ട് എടുക്കാത്ത നോർമൽ മൈനസ് ഒക്കെ വരുന്ന ആള് കൺവേർജന്റും ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, കണ്ടീഷണലി കൺവേർജന്റ് എന്ന് പറയും. ആണ് ഈ പറയുന്നത്. എന്ത് ഇവിടെ ഒരു പ്ലസ് ആണ്, ടൈപ്പിംഗ് എഴുതിക്കുന്ന തെറ്റാണ്. ഇപ്പം കറക്റ്റ്. അപ്പം ഇതാണ് നിങ്ങൾ ബേസിക്കായിട്ട് അറിയേണ്ട 2-3 ടേം, അബ്സല്യൂട്ട് കൺവേർജൻസ്, കണ്ടീഷണലി കൺവേർജൻസ് എന്നൊക്കെ പറഞ്ഞ ടേം ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് തിയറം ആണ്. ഇത്രയുള്ളൂ, സിമ്പിൾ ട്രിക്സ് ആണ്. ശരി എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് കൺവേർജൻസ് ടെസ്റ്റ്. അബ്സല്യൂട്ട് കൺവേർജൻസ് ടെസ്റ്റ് പറയുന്നത് ഇത്രയേ ഉള്ളൂ, സിഗ്മ മോഡ് യു എൻ കൺവേർജന്റ് ആണെങ്കിൽ നമ്മുടെ സിഗ്മ യു എൻ കൺവേർജന്റ് ആയിരിക്കും. ഇതാണ് അബ്സല്യൂട്ട് കൺവേർജൻസ്. അതായത് ഒരു അബ്സല്യൂട്ട്ലി കൺവേർജന്റ് സീരീസ് എല്ലായ്പ്പോഴും കൺവേർജന്റ് ആയിരിക്കും. അതായത് ഇത്രയേ ഉള്ളൂ, സിഗ്മ മോഡ് യു എൻ കൺവേർജന്റ് ആണെങ്കിൽ നമ്മുടെ സിഗ്മ യു എന്നും കൺവേർജന്റ് ആയിരിക്കും. ഇതാണ് അബ്സല്യൂട്ട് കൺവേർജൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായി? ഇത് കൺവേർജന്റ് ആണെങ്കിൽ ഇതും കൺവേർജന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. തിരിച്ചുള്ളത് ട്രൂ അല്ല. ഏത്, സിഗ്മ യു എൻ കൺവേർജന്റ് ആയതുകൊണ്ട് സിഗ്മ മോഡ് ഈ റിവേഴ്സ് ഉള്ളത് തെറ്റാണ്. അത് നിർബന്ധമില്ല, നമുക്ക് കാണാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടതാണ് അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണെങ്കിൽ കൺവേർജന്റ് ആണെന്നുള്ള കാര്യമാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. കേട്ടാ, കോൺവേഴ്സ് ശരിയല്ലെന്ന് ഇവർ പറയുന്നത്. ഞാൻ പറഞ്ഞില്ല തിരിച്ചുള്ള ശരി എന്ന് പറഞ്ഞില്ലേ, ദ കോൺവേഴ്സ് ഓഫ് ദ എബോ തിയറം ഈസ് നോട്ട് ട്രൂ. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കാണാം. കോൺവേഴ്സ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, സിഗ്മ യു എൻ കൺവേർജന്റ് ആയതുകൊണ്ട് സിഗ്മ മോഡ് യു എൻ കൺവേർജന്റ് ആവണമെന്ന് നിർബന്ധമില്ല. സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ 1 - 1/2 + 1/3 - 1/4 ഇയാൾ എന്താണ്, ഇയാൾ കൺവേർജന്റ് ആണ്. അതായത് സിഗ്മ യു എൻ കൺവേർജന്റ് ആണ്, പക്ഷെ ഇതിന്റെ മോഡുലസ് എടുക്കുമ്പോൾ കിട്ടുന്ന ആളോ 1 + 1/2 + 1/4 + എക്സെട്ര ഇയാൾ എന്താണ്, ഡൈവേർജന്റ് ആണ്. അപ്പം കൺവേർജന്റ് ആണ് എന്ന് വെച്ചിട്ട് അബ്സല്യൂട്ട് കൺവേർജന്റ് ആകണമെന്ന് നിർബന്ധം ഇല്ല. അതാണ് ഇവർ പറയുന്നത്. 1 - 1/2 + 1/3 + 1 ഓൾട്ടർനേറ്റീവ് വരുന്ന ആള് ഇയാൾ എന്തായിരുന്നു, കൺവേർജന്റ് ആയിരുന്നു. പക്ഷെ ഇതിന്റെ കറസ്പോണ്ടിങ് അബ്സല്യൂട്ട് സീരീസ് അതായത് ആര്, ഇയാൾ എന്താണ്, ഡൈവേർജന്റ് ആണ്. അപ്പം നിങ്ങൾ ഇത്ര ശ്രദ്ധിച്ചാൽ മതി, അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണെങ്കിൽ കൺവേർജന്റ് ആണ്. അതായത് മോഡുലസ് കൺവേർജന്റ് ആണെങ്കിൽ സീരീസ് കൺവേർജന്റ് ആണ്. സീരീസ് കൺവേർജന്റ് ആണ് എന്ന് വെച്ചിട്ട് അതിന്റെ മോഡുലസ് എടുക്കുമ്പോൾ കിട്ടുന്ന ആള് കൺവേർജന്റ് ആണോ എന്ന് നിർബന്ധം ഇല്ല. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ. ടെസ്റ്റ് വെദർ ദ സീരീസ് ഇത്. ഓക്കെ, ഇത് അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഡസ് ദ സീരീസ് കൺവേർജ്? അതിന്റെ അടുത്തൊരു 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണോ എന്നും ചോദിക്കുന്നു, ഈ തന്നിരിക്കുന്ന സീരീസ് കൺവേർജന്റ് ആണോ എന്നും ചോദിക്കുന്നു. ഇത് അബ്സല്യൂട്ട്ലി കൺവേർജന്റ് നോക്കുന്നത് എങ്ങനെയാ, ഈ മൈനസ് എല്ലാം മാറ്റിയിട്ട് അതിനെ പ്ലസ് ആക്കി എഴുതുക. അതായത് ഇത് കൺവേർജന്റ് ആണോ, ഇത് ഉറപ്പായിട്ടും കൺവേർജന്റ് ആണ്. ഇത് നമ്മുടെ ഹൈപ്പർ ഹാർമോണിക് സീരീസ് ഏതാണ്, സിഗ്മ 1/n⁻p വിത്ത് p = 2 അല്ലേ. ഇത് ക്ലിയർലി എന്താണ്, വിച്ച് ഇസ് ക്ലിയർലി കൺവേർജന്റ് ആണ്. അപ്പോൾ ഒരു കാര്യം കിട്ടി, ഇത് അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡസ് ദ സീരീസ് കൺവേർജ്? ഇത് നമ്മൾ ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഇവിടെയാണ് നമ്മൾ ആ തിയറം അപ്ലൈ ചെയ്യുന്നത്. തിയറം പ്രകാരം അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണെങ്കിൽ കൺവേർജന്റ് ആണ്. അപ്പം ഇവിടെ അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആയ സ്ഥിതിക്ക് നമുക്ക് തന്നിരിക്കുന്ന സീരീസ് എന്ത് തന്നെയായിരിക്കും? കൺവേർജന്റ് ആയിരിക്കും. അതാണ് പറയുന്നത് hence the given series is absolutely convergent and hence in view of the theorem the given series is convergent. Okay. അടുത്തത് preceding as in the above example the series 1 minus 1 by 2 square plus ഇത് absolutely convergent ആണെന്ന് പറഞ്ഞു. അത് ഒന്നുകൂടെ എടുത്ത് പറഞ്ഞു, വേറെ കാര്യമൊന്നുമില്ല, സെയിം കാര്യം തന്നെ വായിക്കണം. ഇനി അടുത്തത് ഓൾട്ടർനേറ്റിംഗ് പി സീരീസ്. നമുക്കറിയാവുന്നൊരു കാര്യമാണ് പറയുന്നത്. നമ്മുടെ ഈ സിഗ്മ ഈ കൊടുത്തിരിക്കുന്ന സിഗ്മ n equal to 1 to infinity minus 1 raised to n plus 1 divided by n raised to p. ഇതെന്താണ്? ഇത് നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. നമ്മൾ കണ്ടതാണ് ഓൾട്ടർനേറ്റിംഗ് പി സീരീസ് എന്ന് പറയുന്ന കൺവേർജന്റ് ആണ് വെൻ p ഗ്രേറ്റർ ദാൻ 0 നമ്മൾ പഠിച്ചതാണ്. ശരിയല്ലേ? ഈ ഓൾട്ടർനേറ്റിംഗ് സീരീസിന്റെ കറസ്പോണ്ടിങ് അബ്സല്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ആ മൈനസ് പോയിട്ട് എന്തായി കിട്ടും നമുക്ക്? സിഗ്മ n equal to 1 to infinity 1 by n raised to p എന്ന് കിട്ടും. ഓക്കെ, ഈ തന്നിരിക്കുന്ന സീരീസിന്റെ കറസ്പോണ്ടിങ് അബ്സല്യൂട്ട് ഇതാണ് വരാൻ പോകുന്നത്. ആ മൈനസ് പോയി. നോക്കിയേ, ഇത് ഫോർ എനി പി ഗ്രേറ്റർ ദാൻ 0 എന്താണ്? കൺവേർജന്റ് ആണ്. പക്ഷെ ഇവിടെയോ? ഇവിടെ പി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ മാത്രം കൺവേർജന്റ് ആവുകയും, അല്ലെ 0 ലെസ് ദാൻ പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഇത് എന്താണ്? ഇത് ഡൈവർജന്റും ആണ്, അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? വെൻ 0 ലെസ് ദാൻ പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഇത് കണ്ടീഷണലി കൺവേർജന്റ് ആണ്. ശരിയാണല്ലോ? ഓക്കെ, പക്ഷേ പി ഗ്രേറ്റർ ദാൻ 1 ഇത് അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണ്. ക്ലിയർ ആണോ കാര്യം? അതായത് പറഞ്ഞു ഇത്രേ ഉള്ളൂ. നിങ്ങൾ നോക്കിയേ, ഞാൻ പി ഈക്വൽ ടു ഒരു 1/2 എടുക്കുന്നു. ഓക്കെ, പി ഈക്വൽ ടു 1/2. പി ഈക്വൽ ടു 1/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പം എക്സ് റൈസ് ടു 1/2 കൊണ്ട് ഉദ്ദേശിക്കുന്നത് റൂട്ട് എക്സ്. ഓക്കെ, അപ്പം പി ഈക്വൽ ടു 1/2 എടുത്താൽ എന്ത് വരും? 1 മൈനസ് 1/√2 പ്ലസ് 1/√3 മൈനസ് 1/√4 പ്ലസ് എക്സെട്ര. ഈ സീരീസ് എന്താണ്? ഇയാൾ കൺവേർജന്റ് ആണ്. പക്ഷേ ഇതിന്റെ അബ്സല്യൂട്ടോ? ഇതിന്റെ അബ്സല്യൂട്ട് ആയിട്ട് വരുന്ന ആള് എന്താണ്? ഡൈവർജന്റ് ആണ്. നമ്മൾ പഠിച്ചല്ലേ സിഗ്മ 1/n റൈസ് ടു പിയില് പി ലെസ് ദാൻ 1 ആണെങ്കിൽ എന്താണെന്ന്? ഡൈവർജന്റ് ആണെന്ന് നമ്മൾ പഠിച്ചാണ്. സോ വെൻ പി ഈക്വൽ ടു 1/2 ഇതെന്താണ്? കണ്ടീഷണലി കൺവേർജന്റ് ആണ്. അതാണ് എഴുതിക്കുന്നത്. പക്ഷേ പി ഈക്വൽ ടു ഒരു 3/2 എടുത്താലോ? പി ഈക്വൽ ടു 3/2 എടുത്തു കഴിഞ്ഞാൽ ഈ സീരീസും കൺവേർജന്റ് ആണ്. ഇതിന്റെ അബ്സല്യൂട്ട് ആയിട്ട് എടുക്കുന്ന ആൾ എന്താണ്? കൺവേർജന്റ് ആണ്. കാരണം ഇതൊരു ഹൈപ്പർ ഹാർമോണിക് സീരീസ് വിത്ത് പി ഗ്രേറ്റർ ദാൻ 1 ആണ്. അതുകൊണ്ട് ഇതിന്റെ അബ്സല്യൂട്ട് എന്താണ്? കൺവേർജന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? തന്നിരിക്കുന്ന സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇത്രയുള്ളൂ.